എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ എനർജിനെ ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല, ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് അല്ലെ നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജസ് ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവാദം സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടോ നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുത്ത് അതിനെന്താണ് തടസ്സം നോക്കി അതിന് പരിഹാരങ്ങൾ ചെയ്താൽ നല്ല കാര്യങ്ങൾ നടക്കും. അപ്പൊ അതിന് പേഴ്സണൽ റീഡിങ്ങിനെ വിളിക്കാനായിട്ട് ഇതെന്റെ വാട്സാപ്പ് നമ്പറാണ്, ഇതിനെ കോണ്ടാക്ട് ചെയ്യുക. ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന്. ഇപ്പൊ ജോലി വിവാഹം മാത്രമല്ല വേറെ എന്തെല്ലാം ആയാലും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ അതിലെ പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ഓക്കെ, മെജീഷ്യനാണ് ആദ്യം വന്നിരിക്കുന്നത്. യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ഓക്കെ, യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ 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 ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഓക്കെ, യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അപ്പൊ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, കുറച്ച് പേർക്കൊക്കെ വളരെ നല്ല കാർഡുകളാണ്, വളരെ നന്നായിട്ടിരിക്കും. കുറച്ച് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് പേർക്കൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങള്. നിങ്ങൾക്ക് ജന്മനാ തന്നെ നിങ്ങൾക്ക് പല കഴിവുകളും ഉണ്ട്. മറ്റുള്ളവരൊക്കെ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പല കഴിവുകളും നിങ്ങൾക്കുണ്ടെന്നാ പറയുന്നത്. നിങ്ങൾ എന്ത് കാര്യങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോ നടക്കാൻ പോകുന്നു, അത് സാധിക്കാൻ പോകുന്നു എന്നാ പറയണത്. ഇപ്പൊ മാരേജിന് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് മാരേജ് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇപ്പൊ വിവാഹം അന്വേഷിച്ച് നടക്കുന്നു, വിവാഹം കഴിക്കാനായിട്ട് ആലോചിച്ച് നടക്കുന്നവർക്ക് ഒരു വിവാഹം ഉടനെ നടക്കാൻ പോകുന്നു. നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഇപ്പൊ നടക്കുന്ന അവസ്ഥയാണ് പറയുന്നത്. എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. നിങ്ങൾക്ക് ഇനി പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. നല്ല ഈശ്വരാനുഗ്രഹം നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങളെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ തന്നെ അതിനെല്ലാം പരിഹാരം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാത്തിനുള്ള നല്ല കഴിവുണ്ട്. നിങ്ങൾക്ക് ഒന്നിനും പേടിയൊന്നുമില്ല. ആരുടെ കീഴിലും ജോലി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ സ്വതന്ത്രനായിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് മറ്റുള്ളവരെയൊക്കെ ഹീൽ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നാണ് പറയണത് കേട്ടോ. പിന്നെ കുറച്ച് പേർക്ക് തന്നെ ഇത് തന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകൾ വന്ന് ഞാൻ പറയാം. ആദ്യം കുറച്ച് പേർക്ക് മാത്രമേ ഇത്തിരി മോശമുള്ളൂ. പിന്നെ 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതെന്താ വെച്ചാൽ വളരെ ആഘോഷം വരാൻ പോകുന്നു, സെലിബ്രേഷൻ വരാൻ പോകുന്നു. നിങ്ങൾ ഒരു കുട്ടികളില്ലാതിരുന്നവർക്ക് കുട്ടി ഉണ്ടാവാം, പ്രൊമോഷൻ, ജോലിയിൽ പ്രൊമോഷൻ കിട്ടാം, ആഘോഷങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്നത്. നല്ല സന്തോഷമായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് പഴയ സുഹൃത്തിനൊക്കെ കണ്ടുമുട്ടിയിട്ട് സന്തോഷം ഉണ്ടാവാം. ഇപ്പൊ നിങ്ങളുടെ
റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആള് നിങ്ങളടുത്ത് മിണ്ടാതെ ഇരിക്കുകയാണ്, നിങ്ങൾ നോ കോണ്ടാക്ട് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് തന്നെ വരണു എന്നാണ് പറയണത്. റീയൂണിയൻ പറയുന്നു. അങ്ങനെ പ്രിയപ്പെട്ട ഒരാളുമായിട്ട് വളരെ സന്തോഷകരമായ ഒരു പുനഃസമാഗമം അവർ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു. ഒരു ബന്ധത്തിന്റെ ഒക്കെ നല്ലൊരു ഒരു ബന്ധത്തിന്റെ സൗഹൃദത്തിന്റെ നല്ലൊരു മനോഹരമായിട്ടുള്ള തുടക്കമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. വേർപിരിഞ്ഞിപ്പോ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരും. നിങ്ങളുടെ ബന്ധം വളരെ നല്ല ദൃഢമാവാൻ പോകുന്നു, നല്ലൊരു സന്തോഷം നിറഞ്ഞതാവാൻ പോകുന്നു, സെലിബ്രേഷൻ ഒക്കെ ആവാൻ പോകുന്നു, മാരേജിനൊക്കെ വരാൻ പോകുന്നു. നിങ്ങൾക്ക് എന്തൊരു സമ്മാനം കിട്ടാൻ പോകുന്നു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ സന്തോഷ വാർത്തകൾ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നിങ്ങളിലേക്ക് ഇനി എല്ലാ സന്തോഷവും സമാധാനവും എല്ലാ ഐശ്വര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത്. ഇനി സന്തോഷകരമായ സംഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കുന്നത്. മാരേജിന് സമയമായി, കൂടിച്ചേരലിന് സമയമായി. അവര് നിങ്ങളിലേക്ക് തന്നെ വരുന്നു. റീയൂണിയൻ, വിവാഹ നിശ്ചയം, വിവാഹം നടക്കാൻ പോകുന്നു. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഉയർന്നു വരും. ആവശ്യത്തിനുള്ള പൈസയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾക്ക് ബിസിനസ്സിലെല്ലാം എല്ലാത്തിലായാലും നിങ്ങൾക്ക് വിജയം ഉണ്ടാകും എന്നാണ് പറയണത്. പിന്നെ എന്താ, പേജ് ഓഫ് പെന്റക്കിൾസ്. ഇപ്പൊ ജോലിന്ന് എവിടുന്നെങ്കിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടാം, എന്തെങ്കിലും നല്ല നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കോഴ്സ് പഠിക്കുക, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് ആദ്യത്തെ സാലറി നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതിൽ പൈസ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. പിന്നെന്താ, നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് ശമ്പളം കിട്ടും. നിങ്ങൾക്ക് ഇനി എല്ലാത്തിലും ഇനി നല്ലൊരു തുടക്കമാണ് ഇനി വരാൻ പോകുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, പേജ് ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ പറയണത് എല്ലാം കുറച്ചു പേർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ, പിന്നെയൊക്കെ എല്ലാവർക്കും വളരെ നല്ല നല്ല കാർഡുകളാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്, നല്ല നല്ല വാർത്തകളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഫോണിലൂടെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഫോണിലൂടെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല നല്ല വാർത്തകൾ വരാം. ജോലിക്ക് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി കിട്ടുക, അതിനുള്ള പേപ്പേഴ്സൊക്കെ വരാം. അങ്ങനെ ഫോണിലൂടെ അല്ലെങ്കിൽ അല്ലാതെ മെസ്സേജ് ആയിട്ട് എല്ലാം നല്ല നല്ല ശുഭമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഇനി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നല്ല വളർച്ചയും മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടാ. കുട്ടികൾ ഉണ്ടാവാതിരുന്നവർക്ക് ഒരു കുട്ടികൾ ഉണ്ടാവാൻ പോണു. അങ്ങനെ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷവും സമാധാനമൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്ന് ചിന്തിച്ച് നിങ്ങൾ നിൽക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ സ്വന്തം മനസ്സ് പറയുന്നതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. ആ കഴിവുകളൊക്കെ കണ്ടെത്തി നിങ്ങൾ വളർത്തി എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് പറയണത്. നിങ്ങൾ നല്ല ഉറച്ച എന്താ പറയാ, നല്ല ശക്തിയുള്ള ഒരു ആൾക്കാരാണ്. നല്ല ശക്തിയുള്ള നല്ല ഉറച്ച മനസ്സും സ്ഥിരതയുള്ളതും നല്ല ശക്തനുമായ വ്യക്തികളാണെന്നാണ് പറഞ്ഞത്. വലിയ ആവശ്യത്തിന് ഇത്തിരി പൈസയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പൈസയൊക്കെ നന്നായിട്ടുള്ള ആൾക്കാരാണ്, നല്ല റിച്ച് ഫാമിലിയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ റിച്ച് മാനോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള പണം നന്നായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാൻ ഒരു സാധ്യതയാണ് പറയണത്. നല്ല നല്ല കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ. നല്ലൊരു ബിസിനസ്മാൻ അല്ലെങ്കിൽ നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാര്. നിങ്ങൾ എന്താണ് നിങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്നതാണ് പറയണത്. നിങ്ങളിലേക്ക് ഇനി നല്ല സമൃദ്ധിയും ഭാഗ്യമൊക്കെ വന്നു ചേരാൻ പോവാണെന്നാണ് പറയണത്. നിങ്ങൾക്ക് ഇനി എല്ലാ സമൃദ്ധി, എല്ലാം ഭാഗ്യം വന്നു ചേരുന്നു, എല്ലാം സാധ്യമാകുന്നു. നിങ്ങൾക്ക് ഐശ്വര്യമാണ് നിങ്ങളിലേക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത്. അതാണ് പറയണത്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മാത്രം കുറച്ച് പേർക്ക് മാത്രമാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് വന്നിരിക്കണത് കേട്ടോ. പിന്നെ നിങ്ങൾ കുറച്ചു പേർക്ക് ഇപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. ഒരു പുതിയ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തുടങ്ങുക, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഉള്ളത് തന്നെ അത് വികസിപ്പിച്ച് നന്നായിട്ട് കൊണ്ടുപോയി അത് നിങ്ങൾക്ക് ഇനി എല്ലാത്തിലും സാമ്പത്തിക സ്ഥിതിയിലൊക്കെ നല്ല മാറ്റം വളർച്ചയൊക്കെയാണ് കാണുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ നിങ്ങൾക്ക്
നല്ല വളർച്ചയാണ് ഉണ്ടാവുന്നത്. അതിന് നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നത് അതിന് നിങ്ങൾക്ക് വിജയം ഉണ്ടാവാൻ പോണെന്ന് പറയണത്. ഇനി നല്ല പേരും പ്രശസ്തിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോണെന്ന് പറയുന്നത്. നല്ല ഉയർച്ച ഉണ്ടാവും. നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാതെ കുറച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാ. നിങ്ങൾക്ക് ഇത്തിരി പൈസ ഉണ്ടാവണം, വിജയത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. പൈസ ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെ അതിനുവേണ്ടി പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഇനി കുറച്ച് പേർക്ക് മാത്രം പിന്നെ ഫൂളിഷ് ആയിട്ടുള്ളത് ഒരു ഫൂളിഷ് ആയിട്ടുള്ള എന്താ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കുട്ടിത്തം നിറഞ്ഞൊരു സ്വഭാവമായിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്ക് ആരെന്ത് പുറമേ നിന്ന് പറഞ്ഞു തന്നു, നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നാലും നിങ്ങൾ അതൊന്നും ചെവി കൊള്ളാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ പോകുന്ന ഒരു വ്യക്തികളാണെന്നാണ് പറയുന്നത്. നല്ല ഈശ്വരാധീനമൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ഈശ്വരാധീനുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ നല്ലൊരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളിലേക്ക് കേട്ടോ. നിങ്ങൾ എന്തിനു വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു അതിനൊക്കെ നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി നല്ല സക്സസും വിജയവും എല്ലാം നല്ല പ്രോഗ്രസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പിന്നെ കുറച്ച് പേർക്ക് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും വളരെ നല്ല കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേർക്ക് എന്താ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനം, എന്ത് ചെയ്യണം, ആകെ സ്റ്റക്കായി നിൽക്കാണ്. ചോയ്സസ് ഉണ്ട്, എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. കുറെ കാര്യങ്ങളുണ്ട്, ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിൽ. അപ്പൊ എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കൂടെ പോകുന്നു എന്നാണ് പറയണത്. ആകെ സ്തംഭനാവസ്ഥ, ഒരു കൺഫ്യൂഷൻ, മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതെന്നാണ് പറയണത്. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആകെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കുറച്ചു പേര്. ഇത് ഒരുപാട് പേര് കാണുന്നത് കൊണ്ടാണ് കുറച്ചു പേരുടെ പറഞ്ഞത്. പിന്നെ കുറച്ചു പേർക്ക് കുറെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ നിറഞ്ഞൊരു കാലഘട്ടം കഴിഞ്ഞു. ഇനി നല്ലൊരു കാലഘട്ടം വരാൻ പോവാണ്. അപ്പൊ അതിനിടയ്ക്ക് ഒരു ഇടവേള, ഇപ്പൊ ഇത്തിരി വിശ്രമമാണ് നിങ്ങൾക്ക് ആവശ്യം. ഒരു ഏകാന്തത നിങ്ങൾക്ക് ഒരു ഏകാന്തത ആവശ്യമാണ്. തനിച്ചിരുന്ന് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ടെന്നാണ് പറയണത്. പേടിയുണ്ട്, ഒരുപാട് സമ്മർദ്ദമുണ്ട്, മാനസികമായിട്ട് ഒരുപാട് ഭാരം അനുഭവിക്കേണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരുപാട് ഭാരം അനുഭവിക്കേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെന്താ, നിങ്ങളെ തന്നെ മനസ്സിലാക്കാനുള്ളൊരു നല്ലൊരു സമയമാണിത്. പിന്നെ കിങ് ഓഫ് അത് പറഞ്ഞല്ലോ. പിന്നെ 8 ഓഫ് സോർട്സ് ഉണ്ട്. എന്ന് വെച്ചാ ഏറ്റുമുട്ടല്, ഭയം, ഉത്കണ്ഠ, ആശയക്കുഴപ്പം, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് ചെറുതായിട്ട് പരിക്കേൽക്ക, ഒരു കെണിയിലകപ്പെട്ട പോലെ, ഒരു കുടുക്കിലകപ്പെട്ട പോലെ, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരുപാട് വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരാ, ഒരുപാട് ചിന്തിച്ചു കൂട്ട്, തടവിലാക്കപ്പെട്ട പോലെ, നിങ്ങളുടെ ശക്തികളൊക്കെ ക്ഷയിച്ചു പോയ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നണം. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കണം. എന്റെ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്റെ വീഡിയോ കാണണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.